ടെക് ലോകത്തെ വാർത്തകൾ. ഇന്ത്യൻ ഇലക്ട്രിക് വാഹന വിപണിയിൽ പുതിയ മാറ്റത്തിന് വഴിയൊരുങ്ങുന്നു. വെറും 3 മിനിറ്റിനുള്ളിൽ ബാറ്ററി മാറ്റാവുന്ന വില കുറഞ്ഞ ഇലക്ട്രിക് കാർ വികസിപ്പിക്കുകയാണ് ബ്ലിങ്ക് മൊബിലിറ്റി എന്ന സ്റ്റാർട്ടപ്പ് കമ്പനി. രാജ്യത്തെ ഏറ്റവും വില കുറഞ്ഞ ഇലക്ട്രിക് കാർ വികസിപ്പിക്കുകയാണെന്ന് അവകാശപ്പെട്ട് പുതിയ പദ്ധതിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ബ്ലിങ്ക് മൊബിലിറ്റി. ഹരിയാന ആസ്ഥാനമായുള്ള ഈ സ്റ്റാർട്ടപ്പ് കമ്പനി അവതരിപ്പിക്കുന്ന പുതിയ മോഡലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത വെറും 3 മിനിറ്റിൽ താഴെ സമയം കൊണ്ട് ബാറ്ററി മാറ്റിവെക്കാനാകുമെന്നതാണ്. കാർ 001 എന്ന താൽക്കാലിക പേരിൽ വികസിപ്പിക്കുന്ന ഈ വാഹനത്തിൽ ബാറ്ററി സ്വാപ്പിംഗ് സാങ്കേതികവിദ്യയാണ് ഉപയോഗിക്കുന്നത്. ചാർജ് തീർന്ന ബാറ്ററി മാറ്റി പൂർണ്ണമായും ചാർജ് ചെയ്ത മറ്റൊരു ബാറ്ററി ഘടിപ്പിക്കാൻ വെറും 2 മിനിറ്റ് 48 സെക്കൻഡ് മാത്രം മതിയാകുമെന്നാണ് കമ്പനിയുടെ അവകാശവാദം. ഇതിനായി പ്രത്യേക റോബോട്ടിക് ബാറ്ററി സ്വാപ്പിംഗ് സ്റ്റേഷനുകളാണ് ഒരുക്കുന്നത്. വാഹനത്തെ പ്ലാറ്റ്ഫോമിൽ പാർക്ക് ചെയ്ത ശേഷം അത്യാധുനിക റോബോട്ടിക് സംവിധാനങ്ങൾ പഴയ ബാറ്ററി നീക്കം ചെയ്ത് പുതിയ ബാറ്ററി ഘടിപ്പിക്കും. ഈ സമയത്ത് ഡ്രൈവർ വാഹനത്തിൽ നിന്നും പുറത്തിറങ്ങേണ്ടതില്ല. ബാറ്ററി ആശ്രയ സർവീസ് അഥവാ BaaS മോഡലിലാണ് വാഹനം അവതരിപ്പിക്കുന്നത്. ഇതിലൂടെ വാഹനത്തിന്റെ വിലയും ബാറ്ററിയുടെ ചെലവും പ്രത്യേകം കണക്കാക്കുന്നതിനായി ഉപഭോക്താക്കൾക്ക് കുറഞ്ഞ പ്രാരംഭ ചെലവിൽ കാർ സ്വന്തമാക്കാനാകും. ഒറ്റ ചാർജിൽ 250 കിലോമീറ്റർ വരെ സഞ്ചരിക്കാനാകുമെന്നാണ് കമ്പനിയുടെ അവകാശവാദം. നഗരങ്ങളിലെ ദൈനംദിന യാത്രകൾ ലക്ഷ്യമിട്ടാണ് ഈ ചെറു കാർ വികസിപ്പിക്കുന്നത്. വാഹനത്തിന്റെ വിലയും ലോഞ്ച് തീയതിയും ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. എന്നാൽ നിലവിലെ ഹാച്ച്ബാക്ക് ഇലക്ട്രിക് കാറുകളേക്കാൾ കുറഞ്ഞ വിലയിൽ എത്തിക്കുകയാണെങ്കിൽ ഇന്ത്യൻ EV വിപണിയിൽ വലിയ ചലനം സൃഷ്ടിക്കാൻ ബ്ലിങ്ക് മൊബിലിറ്റിയുടെ ഈ പദ്ധതിക്ക് സാധിക്കുമെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ആപ്പിളിന്റെ അടുത്ത ഫ്ലാഗ്ഷിപ്പ് സ്മാർട്ട് ഫോണായ iPhone 18 Pro സീരീസിനെ കുറിച്ചുള്ള പുതിയ വിവരങ്ങൾ പുറത്ത്. കൂടുതൽ ബാറ്ററി ബാക്കപ്പ്, മെച്ചപ്പെട്ട ക്യാമറ, അതിവേഗ A20 Pro ചിപ്പ് എന്നിവയുമായി ഫോൺ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. 2026 സെപ്റ്റംബറിൽ നടക്കുന്ന ആപ്പിളിന്റെ വാർഷിക ലോഞ്ച് ചടങ്ങിൽ പുതിയ ഫോണുകൾ അവതരിപ്പിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. iPhone 18 Pro Maxന്റെ പ്രധാന ആകർഷണം കൂടുതൽ ശേഷിയുള്ള ബാറ്ററിയായിരിക്കും. ഫോണിന്റെ കനം ചെറിയ തോതിൽ വർദ്ധിപ്പിച്ച് 5100 mAh മുതൽ 5200 mAh വരെ ശേഷിയുള്ള ബാറ്ററി ഉൾപ്പെടുത്താനാണ് ആപ്പിൾ പദ്ധതിയിടുന്നതെന്നാണ് സൂചന. പുതിയ ചിപ്സെറ്റും ഡിസ്പ്ലേ സാങ്കേതികവിദ്യയും ബാറ്ററി ബാക്കപ്പ് മെച്ചപ്പെടുത്തുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ഡിസൈനിലും മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നിലവിലെ മോഡലുകളെ അപേക്ഷിച്ച് ഡൈനാമിക് ഐലൻഡിന്റെ വലിപ്പം ഏകദേശം 35% വരെ കുറയുമെന്നും ഇതിലൂടെ കൂടുതൽ സ്ക്രീൻ സ്പേസ് ലഭിക്കുമെന്നും വിലയിരുത്തപ്പെടുന്നു. ക്യാമറ വിഭാഗത്തിൽ വേരിയബിൾ അപ്പർച്ചർ സാങ്കേതികവിദ്യ ഉൾപ്പെടുത്താനാണ് ആപ്പിൾ ശ്രമിക്കുന്നത്. ഇതിലൂടെ വെളിച്ചത്തിന്റെ അളവ് കൂടുതൽ കൃത്യമായി നിയന്ത്രിക്കാനും മികച്ച ചിത്രങ്ങൾ പകർത്താനും സാധിക്കും. മെച്ചപ്പെടുത്തിയ ഇമേജ് സെൻസറും ടെലിഫോട്ടോ ക്യാമറയും ഫോണിൽ ലഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. പെർഫോമൻസിനായി പുതിയ A20 Pro ചിപ്സെറ്റാണ് ഫോണിലെത്തുക. 2 നാനോമീറ്റർ സാങ്കേതികവിദ്യയിൽ നിർമ്മിക്കുന്ന ഈ പ്രോസസർ മുൻ തലമുറയെ അപേക്ഷിച്ച് കൂടുതൽ വേഗതയും മെച്ചപ്പെട്ട വൈദ്യുതി കാര്യക്ഷമതയും നൽകുമെന്നാണ് പ്രതീക്ഷ. അതേസമയം വിലയിൽ വലിയ വർധനവുണ്ടാകില്ലെന്നതാണ് ഉപഭോക്താക്കൾക്ക് ആശ്വാസം നൽകുന്ന വിവരം. നിലവിലെ പ്രോ സീരീസിന്റെ വില നിലവാരത്തിൽ തന്നെ iPhone 18 Pro മോഡലുകൾ വിപണിയിലെത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. നിർമ്മിത ബുദ്ധി രംഗത്ത് ശ്രദ്ധ നേടിയ 2 AI മോഡലുകൾ അപ്രതീക്ഷിതമായി പിൻവലിച്ച ആന്ത്രോപിക്. ദേശീയ സുരക്ഷാ ആശങ്കകൾ ചൂണ്ടിക്കാട്ടിയ അമേരിക്കൻ ഭരണകൂടത്തിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി. നിർമ്മിത ബുദ്ധി രംഗത്തെ പ്രമുഖ കമ്പനിയായ ആന്ത്രോപിക് തങ്ങളുടെ മിത്തോസ് 5, ഫേബിൾ 5 AI മോഡലുകൾ ആഗോള വിപണിയിൽ നിന്ന് പിൻവലിച്ചു. അമേരിക്കൻ ഭരണകൂടത്തിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി. ദേശസുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി വിദേശ പൗരന്മാർക്ക് ഈ AI മോഡലുകളിലേക്കുള്ള പ്രവേശനം അനുവദിക്കരുതെന്ന് അമേരിക്കൻ സർക്കാർ കമ്പനിക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഇതേ തുടർന്ന് അമേരിക്ക ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങളിലെ ഉപയോക്താക്കളുടെ ലൈസൻസുകളും കമ്പനി റദ്ദാക്കി. സൈബർ സുരക്ഷാ മേഖലയിലെ ദൗർബല്യങ്ങൾ കണ്ടെത്താനും സോഫ്റ്റ്വെയർ പിഴവുകൾ തിരിച്ചറിയാനും സഹായിക്കുന്ന മോഡലായാണ് മിത്തോസ് 5 അറിയപ്പെടുന്നത്. സൈബർ ആക്രമണങ്ങൾ തടയുന്നതിനും സുരക്ഷാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുമാണ് ഇത് പ്രധാനമായും ഉപയോഗിച്ചിരുന്നത്. ഇന്ത്യ ഉൾപ്പെടെ കൂടുതൽ ഉപയോക്തൃ ഗ്രൂപ്പുകളിലേക്ക് മിത്തോസ് 5 പരീക്ഷണാടിസ്ഥാനത്തിൽ വ്യാപിപ്പിക്കാൻ ആന്ത്രോപിക് തീരുമാനിച്ചിരുന്നതിനിടെയാണ് പുതിയ നിയന്ത്രണം വന്നത്. എന്നാൽ ഈ മോഡലുകൾ ദേശീയ സുരക്ഷയ്ക്ക് എങ്ങനെ ഭീഷണിയാകുമെന്നത് സംബന്ധിച്ച് അമേരിക്കൻ സർക്കാർ ഇതുവരെ വിശദീകരണം നൽകിയിട്ടില്ല. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.